കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാവുന്ന വാഹനം വെച്ചെങ്കിൽ BMW 3GT സ്പോർട്ട് ലൈനാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത്. 2017 മോഡൽ നിൽക്കുന്ന വണ്ടി, ഫുൾ കമ്പനി സർവീസ് നിൽക്കുന്ന വണ്ടി, ഒറിജിനൽ കേരള രജിസ്റ്റർ ആണ്. ഒരു ഡൗട്ടും വേണ്ട, ഒറിജിനൽ കേരളയാണ്. യാതൊരു രീതിയിലുള്ള മോഡിഫിക്കേഷനോ കാര്യങ്ങളോ എക്സ്ട്രാ സംഭവങ്ങളൊന്നും ചെയ്യാത്ത നല്ല നീറ്റ് പീസ് സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന നല്ല കലക്കം വണ്ടി. അതുകൂടാതെ തന്നെ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ഫ്രെയിംലെസ് ആയിട്ട് വന്നിരിക്കുന്ന ഗ്ലാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വിവരങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷനെല്ലാം വിശദമായിട്ട് കൗണ്ടിങ് കാർസ് മലയാളം യൂട്യൂബ് ചാനലിനകത്തും ഫേസ്ബുക്ക് പേജിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ പോകണമെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഫുള്ള് വിവരങ്ങൾ അറിയാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇതിൻ്റെ വിലയും ലൊക്കേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു BM 3GT ആണ്. 3GT സ്പോർട്ട് ലൈനാണ് വണ്ടി. വണ്ടിയുടെ ക്വാളിറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് നേരിട്ട് കാണാം. പക്ക കണ്ടീഷനിലിരിക്കുന്ന വണ്ടിയാണ്. യാതൊരു രീതിയിലുള്ള പൊടിക്ക് പോലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടില്ല. പക്ക നീറ്റായിട്ടിരിക്കുന്ന വണ്ടി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെയും നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു സൈഡ് പോർഷനിലേക്ക് പോകാം. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെയും ഉണ്ടോ, വണ്ടി പക്ക നീറ്റായിരുന്ന വണ്ടിയാണ്. ഒരു രീതിയിലുള്ള ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. നല്ല പക്ക നീറ്റാണ് കേട്ടോ. ഈ വണ്ടിയുടെ എക്സ്ട്രാ ഒരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ സ്പോയിലർ നോക്കാം. സ്പോയിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കലകില്ലേ, അതാണ് ഈ വാഹനത്തിന് വേറൊരു പ്രത്യേകത. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോകാം. ഈ സൈഡിൽ പോകുമ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. നല്ല നീറ്റായിട്ട് വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു 3GT ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഒരു മൊത്തത്തിലൊരു ഫ്ലൂയിഡ്, ഒരു ഒഴുക്കാണ് ഈ വാഹനം. അതാണ് ഈ വാഹനത്തിൻ്റെ വേറൊരു പ്രത്യേകത. നമുക്കിനി ടോപ്പ് വ്യൂയിലേക്ക് പോയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ നിൽക്കുന്നത്. നല്ല നീറ്റായിട്ടിരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഈ വാഹനത്തിൻ്റെ വീലാസിലേക്ക് പോയേക്കാം. വീലാസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വീലാസ് കാണാൻ പറ്റും. നല്ല ജിപ്പ് കണ്ട ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഫ്രണ്ട് പോർഷൻ നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ ഗ്ലാസ് നോക്കാം. ഗ്ലാസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഗ്ലാസ് നമുക്ക് കിട്ടുന്നുണ്ട്. ബോണറ്റ് നോക്കാം. ബോണറ്റും യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും കൂടെ കിട്ടുന്നില്ല കേട്ടോ. അതേപോലെ നമുക്കിനി ലാമ്പിലേക്ക് വരാം. ഡുവൽ ലാമ്പ് വന്നേക്കണം. അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഫോഗ് ലാമ്പ് കാണാൻ പറ്റും. ഇവിടെ ഗ്രില്ലിലേക്ക് വരാം. ഗ്രില്ലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ ലാമ്പ് നോക്കാം. താഴെ നമുക്ക് ഫോഗ് ലാമ്പും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ക്വാളിറ്റി നിൽക്കുന്ന അലോയ്സ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ 2 ഡോർ നോക്കാം. 2 ഡോർ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മിറേഴ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷനും റൂഫൊക്കെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ റൂഫും കാണാൻ പറ്റും. ഇവിടുത്തെ വീലാസിലേക്ക് പോകാം. ഈ വീലാസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് ഒക്കെ നല്ല അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടെ ഗ്ലാസ്സിലും ഡീഫോഗറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഞാൻ സ്പോയിലർ നേരത്തെ പറഞ്ഞു. സ്പോയിലറൊക്കെ അഡ്ജസ്റ്റബിൾ സ്പോയിലേഴ്സാണ്. നമുക്ക് വേണമെങ്കിൽ റാപ്പ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ GTയുടെ ബാഡ്ജ് കാണാൻ പറ്റും. ലാമ്പ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ലിഡ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ലിഡ് കാണാൻ പറ്റും. ബമ്പേഴ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. 2 ഡോർ നോക്കാം. 2 ഡോറും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഡോറിന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഫ്രെയിംലെസ് ആണ് ഗ്ലാസ്, അത് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ നമുക്കിനി ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് ആയാലും വണ്ടി നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. സീറ്റ്സൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഡാഷ്ബോർഡൊക്കെ നോക്കാം. ഡാഷ്ബോർഡ് ആയാലും നല്ല വൃത്തി തന്നെ ഡാഷ്ബോർഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി ഇവിടെ BMൻ്റെ ബാഡ്ജിങ്, അതേപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ഇവിടെ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സീറ്റ്സൊക്കെ നോക്കാം. റിയറിലെ സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റൂഫ് നോക്കാം. റൂഫ് നല്ല ഭംഗി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഡോറിന് ക്ലോസ് ചെയ്യാം. ഡോറിന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് നോക്കാം. ഇവിടെയും നമുക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള ആ ഒരു ഗ്ലാസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ന്യായമായിട്ടുള്ള ലെഗറും കിട്ടുന്നുണ്ട്. AC വെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ വാഹനത്തിൻ്റെ വ്യൂ നോക്കാം കേട്ടോ. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നോക്കാം. എഞ്ചിൻ റൂമിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ലിഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമൊക്കെ വളരെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
കേട്ടോ. ഓൾമോസ്റ്റ് സീൽഡാണ്, എന്നാലും നമുക്ക് വണ്ടിയുടെ ക്വാളിറ്റി നോക്കാം കേട്ടോ. എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. അതേപോലെ പേസ്റ്റിംഗ് ഒക്കെ നോക്കാം. പേസ്റ്റിംഗ് ആയ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന പേസ്റ്റിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് എഡ്ജസ് ഒക്കെ നോക്കാം. എഡ്ജസ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഹൈഡ്രോളിക്കും കാര്യങ്ങളിലൊക്കെ സ്റ്റെം നമുക്കിവിടെ കാണാൻ പറ്റും. എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ നോക്കാൻ പറ്റും കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു എൻജിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് ഒന്ന് വയ്ക്കാം. ഇനി നമുക്ക് ലിഡ് ഒന്ന് അപ്പ് ചെയ്തേക്കാം. ലിഡിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് നോക്കുമ്പോൾ ലാവിഷായിട്ടുള്ള ബൂട്ടാണ് വന്നേക്കണം കേട്ടോ. അതിവിശാലമായിട്ടുള്ള ബൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിവിടെ പ്ലാറ്റ്ഫോം ഒന്ന് അപ്പ് ചെയ്യാം. ഇത്രയും സ്റ്റോറേജ് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ എഡ്ജസിലേക്ക് ഒന്ന് വയ്ക്കാം. എഡ്ജസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ലിഡിലേക്ക് വയ്ക്കാം. ലിഡിലും യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് വാഹനം തരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിലൊക്കെ നമുക്കിവിടെ മെയിനായിട്ട് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ റേറ്റിലേക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോയേക്കാം. അപ്പോൾ വാഹനത്തിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 17 മോഡൽ 3GT ആണ്, സ്പോർട്ട് ലൈനാണ് വാഹനം. അതുകൂടാതെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഭാഗത്തേക്ക് കടക്കാം, ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടന്നേക്കാൻ മുമ്പ് എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു വാഹനം കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ്. പിന്നെ ഈ വണ്ടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യണം, ഹോം ഡെലിവറി ചെയ്യണം, കാര്യങ്ങൾ വേണമെങ്കിൽ ഒക്കെ നമുക്ക് ഷോറൂമിൽ തന്നെ ചെയ്തു തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ സ്റ്റേറ്റിൽ നിന്നാണ് നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ NOCയും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ എടുത്ത് തരും. അതേപോലെ തന്നെ ഹോം ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവിടെയും അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കടക്കാം. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 22.5 ലക്ഷം രൂപയാണ്. അത് ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ റേറ്റ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. 22.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം, ഈ പക്ക കണ്ടീഷനിലിരിക്കണം ഈ ഒരു 3GT. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.